ഇബ്രാഹിം അലൈഹിസ്സലാമിന് യാതൊരു നിലയിലുള്ള വിഷമമോ സങ്കടമോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മനസ്സ് ചഞ്ചലപ്പെട്ട ഒരു നിമിഷമുണ്ട്. നാം മനസ്സിലാക്കണം. അടിവരയിട്ട് ഞാൻ പറയുന്നു, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒക്കെ ഇബ്രാഹിം അലൈഹിസ്സലാം നേരിട്ട പ്രയാസങ്ങളൊന്നും ഒരു പ്രശ്നവുമാകാതിരുന്ന മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നെഞ്ചകം ചഞ്ചലപ്പെട്ടത് എപ്പോഴാണെന്നറിയോ? ഒരേ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. അത് തന്നെ തീയിലേക്ക് എറിഞ്ഞപ്പോഴല്ല, താൻ രാജസന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴല്ല, ജനങ്ങൾ ബഹിഷ്കരിച്ചപ്പോഴല്ല, പിതാവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴല്ല, ചോര കുഞ്ഞിനെയും പ്രിയപ്പെട്ടവളെയും ഉപേക്ഷിച്ചപ്പോഴല്ല, പൊന്നോമന മകന്റെ കഴുത്തിൽ കട്ടിവെച്ചപ്പോഴല്ല. പിന്നെ എപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചഞ്ചലപ്പെട്ടതെന്നറിയോ? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി മലായിക്കത്തുകൾ വരികയാണ്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ആ സമയം അവർ പറഞ്ഞു, ലോത്ത് നബിയുടെ ജനതയെ സ്വവർഗരതിയുടെ പ്രതീകങ്ങളായ സ്വവർഗഭോഗികളായ ആണുങ്ങളെ മാപ്പറ പെരഞ്ഞു പിടിച്ചിട്ട് ലൈംഗിക ചൂഷണം ചെയ്യുന്ന പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹത്തെ പിടിച്ച് ശിക്ഷിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്, അവർക്ക് ഞാൻ പണിഷ്മെന്റ് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതുവരെയും വ്യക്തി ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, സാമൂഹ്യ ജീവിതത്തില്, രാഷ്ട്രീയ ജീവിതത്തില്, ആത്മീയ ലോകത്തില് എങ്ങും വളരാത്ത ഇബ്രാഹിം അലൈഹിസ്സലാം ആ നെഞ്ചകം ചഞ്ചലപ്പെട്ടുകൊണ്ട് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃക കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇബ്രാഹിം എന്നോട് തർക്കിക്കുകയാണ്. അള്ളാഹു പറഞ്ഞ വാക്ക് ഇമാം എന്ന് പറഞ്ഞ അള്ളാഹു, ഉമ്മത്ത് എന്ന് പറഞ്ഞ അള്ളാഹു, ഖലീൽ എന്ന് പറഞ്ഞ അള്ളാഹു, അല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹു, ഹനീഫ് എന്ന് പറഞ്ഞ അള്ളാഹു, മുസ്ലിം എന്ന് പറഞ്ഞ അള്ളാഹു. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞത് ഹനീഫ്, മുസ്ലിം, അല്ലാഹ്, ഖാനിത്ത്, ഉമ്മത്ത്, ഖലീല്, ഇബ്രാഹിം നബിയെ പറ്റി ഇമാമ്, അബ്, ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനിടയിൽ അല്ലാഹു തആല പറഞ്ഞു പോയ ഒരു പരാമർശമുണ്ട്, യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്. ലൂത്തിന്റെ ജനതയുടെ വിഷയത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്ന് മുജാദിലാണ്. എന്നോട് വാദപ്രതിവാദം നടത്തുകയാണോ? എന്നോട് സംവദിക്കുകയാണോ? എന്നോട് തർക്കിക്കുകയാണോ? സഹോദരങ്ങളെ, കാതുകളിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങേണ്ട, ഹൃദയങ്ങളിലേക്ക് ഹൃദയത്തിന്റെ ഭിത്തിയെ പൊട്ടിച്ചു കയറേണ്ട ഒരു കാര്യമാണ്. വ്യക്തി ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ സഹിച്ചാൽ മതി. കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ നമ്മൾ സഹിച്ചാൽ മതി. സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ നമുക്ക് സഹിച്ചാൽ മതി. രാഷ്ട്രീയ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികൾ നേരിടുമ്പോ നമ്മൾ സഹിച്ചാൽ മതി. ആത്മീയമായ ഏതെങ്കിലും ഒരു മേഖലകളിൽ നമുക്കൊരു പ്രയാസം നേരിടുമ്പോ അത് നമ്മളും പടച്ചവരും തമ്മിലുള്ള ആ ഒരു പ്രക്രിയ അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, ഒരു സഹോദരന് അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് ഒരു പ്രയാസം നേരിട്ടപ്പോൾ അവർ പ്രശ്നക്കാരല്ലാത്തത് കൊണ്ടല്ലേ ഇബ്രാഹിം നബിയുടെ മനസ്സ് വേദനിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിയാം ആ ചെയ്യുന്ന പ്രവൃത്തി മോശമാണ്, അത് ധിക്കാരമാണ്, അത് പ്രകൃതി വിരുദ്ധമാണ്, അത് ഇസ്ലാമിന്റെ സംസ്കാരത്തിനോട് എതിരുള്ള കാര്യമാണ്. എന്നിട്ട് പോലും ആ ജനതയെ നശിപ്പിക്കുമ്പോ എന്റെ ഇബ്രാഹിം, എന്റെ ഖലീൽ, എന്റെ ഉമ്മത്ത്, എന്റെ ഖാനിത്ത്, എന്റെ ഹനീഫ്, എന്റെ മുസ്ലിം എന്നോട് മുജാദിലായിരിക്കുന്നു എന്ന് സൂറത്തുൽ ഹൂദിൽ അല്ലാഹു പറയുന്നു. ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്ത വിശേഷണങ്ങളിൽ ഒന്ന് മുജാദിൽ എന്നായിരുന്നു. എന്നോട് തർക്കിക്കുന്നവനായി മാറി. എന്തിന്? വ്യക്തി ജീവിതത്തിന്റെ പ്രയാസം വന്നപ്പോഴല്ല, സാമൂഹ്യ ജീവിതത്തിലല്ല, തന്റെ ഓരോ ജീവിതത്തിന്റെ മേഖലകളിലും ഇബ്രാഹിം നബിയുടെ നെഞ്ചകം നീറ്റലുണ്ടായില്ല. പക്ഷേ ഒരു ജനതയ്ക്ക് ഒരു പ്രയാസമുണ്ട് എന്നറിഞ്ഞപ്പോൾ നെഞ്ചകം പൊള്ളി, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ എന്ന യാഗ്ര പോലെ ഒഴുകി, ഹൃദയം പടപടാ പടച്ചിട്ടുണ്ടെങ്കിൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറയുമ്പോ ആർക്ക് വേദന വന്നാലും